അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് നമ്മൾ നാളത്തെ അഖീദയുടെ എക്സാമിന് വരുന്ന ചില ആയത്തുകളുടെയും ഹദീസിന്റെയും അർത്ഥങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്കൊക്കെ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ. ആദ്യമായിട്ട് വക്കുല്ലും ഫി ഫലകിൻ യസ്ബഹൂൻ, എന്താ അതിന്റെ അർത്ഥം? എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, അത്യുന്നതനായ എന്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന ശിർക ലദുൽമുൻ അദീം, നിശ്ചയമായും ഷിർക്ക് അതിഗുരുതരമായ അതിക്രമമാണ്. അടുത്തത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക തുടങ്ങിയിട്ട് അല്ലാഹുമ്മ ശഫിഹു ഫീ വരെ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം പറയാണ്, അള്ളാഹുവെ നിന്നോട് ഞാൻ ചോദിക്കുന്നു, കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിക്കൊണ്ടിതാ നിന്നിലേക്ക് ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്നു. മുഹമ്മദ് നബിയെ, നിശ്ചയം തങ്ങളെ മുൻനിർത്തി എന്റെ റബ്ബിലേക്ക് എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ മുന്നിടുന്നു. തങ്ങൾ എന്റെ ആവശ്യം നിറവേറ്റി തന്നാലും അള്ളാഹുവേ, എന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നീ സ്വീകരിക്കണമേ. ഇനി അടുത്തതാണ് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അറിയുക, നിശ്ചയമായും ഔലിയാക്കൾക്ക് യാതൊരുവിധ ഭയവും ദുഃഖവും അവർക്കുണ്ടാവില്ല. അടുത്തത് നോക്കുക, മൻ ആദലി വലിയൻ ഫഖദ് ആസൻതഹു ബിൽ ഹർബി, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നൈൽ നദിക്ക് എഴുതിയ കത്തുണ്ടല്ലോ, അതാണ് അടുത്തത് കേട്ടോ. നൈൽ നദിയെ, നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക. അതല്ല, നിന്നെ ഒഴുക്കുന്നത് അള്ളാഹു ആണെങ്കിൽ വാഹിദും ഖഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു എന്നാണ്. എന്തായത്? അതാണ് മുകളിലെ അറബി കേട്ടോ. ഇനി അടുത്തത് നോക്കുക സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബഈന മില്ലത കുല്ലഹും ഫിന്നാരി ഇല്ലാ വാഹിദതൻ, എന്റെ സമുദായം 73 വിഭാഗമായി വേർതിരിയും, ഒരു വിഭാഗം ഒഴികെ മറ്റെല്ലാവരും നരകത്തിലാകും. അടുത്തത് ഖാലു വമൻ ഹിയ യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു, ഏതാണ് ആ ഒരു വിഭാഗം റസൂലേ? അപ്പൊ പറയാണെന്ത്? ഖാല മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും സഞ്ചരിച്ച മാർഗമാണത്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും വരാട്ടോ. ഇനി അടുത്തൊരു ഭാഗമാണ് ഇതിന് ചോദിച്ചേ, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമിയിൽ അല്ലാഹു അല്ലാതെ മറ്റാരും ഗൈബ് അറിയൂല. ഇനി അടുത്തതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാം ആണ് ഖുർആൻ അവതരിപ്പിച്ചത്, തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതാണ്. അതുപോലെ അടുത്തത് ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈന ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിന്റെ പ്രതാപം തന്നെ സത്യം, നിശ്ചയം അവരെ മുഴുവനും ഞാൻ വഴി പിഴപ്പിക്കും, ശുദ്ധീകരിക്കപ്പെട്ട നിന്റെ ദാസന്മാരെ ഒഴികെ. അടുത്തത് വ ഔഹൈന ഇലാ ഉമ്മി മൂസ മുതല് വ ജാഇലൂഹു മിനൽ മുർസലീൻ വരെയുള്ളതിന്റെ അർത്ഥാട്ടോ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിന് നാം സന്ദേശം നൽകി, കുട്ടിക്ക് നീ മുലയൂട്ടുക, കുട്ടിയെ ഫിർഔൻ കൊന്നു കളയുമോ എന്ന് നീ ഭയപ്പെട്ടാൽ കുട്ടിയെ നൈലിൽ ഇടുക, നീ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല, നിശ്ചയം അവനെ നാം നിന്നിലേക്ക് തിരിച്ചു നൽകുകയും അവനെ പ്രവാചകരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും എന്നാണ് എന്റെ സന്ദേശം വന്നത് കേട്ടോ. ഇതിന്നൊക്കെ അർത്ഥം ചോദിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ എന്താവും, വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും, സന്ദേശമൊക്കെ എന്തേന്നുള്ളത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരും. ഇനി അടുത്തത് നോക്കുക, ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ, നിശ്ചയം പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. അൽയൗമു അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, നിങ്ങളുടെ മതം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരികയും നിങ്ങൾക്ക് എന്റെ അനുഗ്രഹം ഞാൻ പൂർണ്ണമാക്കി തരികയും ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ മതകാര്യത്തിൽ പെട്ടതല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അടുത്തതാണ് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ മുതല് മിൻ അജൂരിഹിം ഷെയ്ഖും വരെയുള്ളതിന്റെ അർത്ഥാണ്, ഇസ്ലാമിൽ ഒരു നല്ല കാര്യം ആരെങ്കിലും നടപ്പാക്കിയാൽ അവന് അതിന്റെ പ്രതിഫലം
ഉണ്ട്. അവന്റെ ശേഷം അത് പ്രവർത്തിച്ചവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ തത്തുല്യമായ പ്രതിഫലവും അവനുണ്ട്. അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. പഠിക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ പകർത്തുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്തതാണ് അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ. മുർത്തദ്ദായവന്റെ ഷഹാദത്ത് കലിമ എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നി ബരീഉം മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പഠിക്കട്ടോ. കുറെ നേരം വൈകിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാണുന്നവരൊക്കെ പഠിക്കുക, അല്ലാത്തവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.